മുള്ളംകൊല്ലിക്ക് തെക്ക് കാടാണ്. ഈ കരയ്ക്ക് വെള്ളിയരഞ്ഞാണ് ചുറ്റുമൊഴുകുന്ന കാട്ടരുവി കർക്കിടകത്തിലെ ആദ്യ മഴയ്ക്ക് നിറഞ്ഞ് കലങ്ങി ഒഴുകുന്നത് ഇവിടെ എന്നും ഒരു വിസ്മയ കാഴ്ചയാണ്. എൻ്റെ വേലായുധനും അതുപോലൊരു വിസ്മയമാണ്. ഈ സമയത്ത് ഇവിടെ കുളിക്കാൻ പാടില്ല. അതെന്താ കുളിച്ചാല്? ഇത് മുള്ളംകൊല്ലി പുഴ. ഇവിടെ ചില ചട്ടങ്ങളൊക്കെ ഉണ്ട്. മുള്ളംകൊല്ലി വേലായുധൻ്റെ ചട്ടങ്ങൾ. ഇതാ നോക്ക്, വേലായുധൻ്റെ ചട്ടങ്ങൾ. വേലായുധൻ സീൻ പിടിക്കുന്ന വ്യൂ പോയിന്റിൽ ഒരുത്തനെയും കണ്ടുപോരുത്. നിക്കർ പുഴയിൽ അലക്കാൻ പാടില്ല. അലക്കിയാൽ അലക്കുന്നവനെ ഞാൻ അലക്കും. വേലായുധൻ. കുളിക്കാൻ പോയാൽ കുളി തീരാതെ പകുതി വെച്ച് നിർത്തി പോകരുത്. അത് ആസ്വാദകരെ ബാധിക്കും. വേലായുധൻ. വ്യൂ പോയിന്റിൽ മൊബൈൽ ഷൂട്ടിംഗ് അനുവദിക്കുന്നതല്ല. വേലായുധൻ. അരിപ്പത്തോർത്തുമായി കുളിക്കാൻ ഇറങ്ങരുത്. വേലായുധൻ. ഈ ചട്ടങ്ങളൊക്കെ പാലിക്കാമെങ്കിൽ മാത്രമേ ഇവിടെ കുളിച്ചാൽ മതി. മനസ്സിലായോ? എന്നാ പിന്നെ നാളെ കുളിക്കാം. ആരടാ അവിടെ വേലായുധൻ? ഞാൻ പപ്പു, കുറ്റിച്ചിറ പപ്പു. എനിക്ക് ആ വേലായുധനെ വേണം. വേലായുധേട്ടാ, ഒരു അടിക്കുള്ള കോളത്തിട്ടുണ്ട്. എവിടുന്നാടാ അശരീരി? എന്താടാ? വേലായുധേട്ടാ, കവലയില് കുറ്റിച്ചിൽ പപ്പു ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ദാ വരുന്നു. ഞാനാണ് വേലായുധൻ. നീയാണല്ലേ വേലായുധൻ? അതെ, വെറും വേലായുധനല്ല, മുള്ളുകൊല്ലി വേലായുധൻ. അത് കട്ടാരം മുള്ളാണോ ഒട്ടവാടിയാണോ അങ്ങനെയൊന്നുമില്ല. എരിപ്പുഴ കിടക്കുമ്പോൾ എല്ലാം മുള്ളു കൊള്ളു. പുള്ളി ഭയങ്കര ഒന്നാറിഞ്ഞു. അങ്ങനെ നാട്ടുകാരിട്ട പേരാണ് മുള്ളുകൊല്ലി വേലായുധൻ. വേലായുധ, ചില മുള്ളു കൊണ്ടാൽ പഴുക്കും. നീ ഒരു സിൽപ്പറെങ്കിലും ഇട്ടാണ് നടക്കണേ. വേലായുധ, നീ എൻ്റെ ചെറുക്കനെ ആറ്റിൻകരയിൽ തല്ലിയെന്ന് കേട്ടല്ലോ. തല്ലി ആറ്റി സീൻ കാണാൻ വന്നാൽ അത് കണ്ടിട്ട് പോകണം, അല്ലാതെ ഫോണിൽ എടുക്കരുത്. അത് ഈ വേലായുധന് ഇഷ്ടമല്ല. പിന്നെ പറഞ്ഞ അച്ചടക്കമുള്ള ഒരു കുളിച്ചിൻ കടവാണ് ഏതൊരു നാടിൻ്റെയും മുഖലക്ഷണം. വേലായുധ, നിന്റെ ഹൃദയശുദ്ധി മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ചേറ്റ എൻ്റെ ചെക്കൻ്റെ ഭാഗത്താണ്. വേലായുധ, നമുക്ക് അടി തുടങ്ങാം. അല്ലെങ്കിലേ ജോഷിദാർ ടൈം ഔട്ട് വിളിക്കും. അപ്പോൾ എങ്ങനെ? ഇന്ന് അരയടി, നാളെ ഫുള്ളടി, പിന്നെ അങ്ങോട്ട് ഒരുമിച്ചടി. അപ്പോൾ നിനക്കറിയോ, ഈ കാണുന്ന പുഴയാണ് എൻ്റെ അമ്മ. അപ്പോൾ അപ്പുറത്തെ തോടാണോ നിന്റെ അച്ഛൻ? പപ്പു, ഈ കടവിൽ വേലായുധന് ചില ചട്ടങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിലും ഉണ്ട് ചട്ടുകം. അത് അമ്മയുടെ കയ്യിലാണ്. അപ്പോൾ ഫുള്ളുമായി നമുക്ക് നാളെ കാണാം. അപ്പോൾ നീ പോ മോനെ ദിനേശ്. സോറി, സിനിമ മാറിപ്പോയി. വേലായുധേട്ടാ, വലിയ പേര് വരുന്നുണ്ട്. എന്താടാ, പണിയൊന്നും ഇല്ലേ? ഇല്ല വലിയ പേര്, ഈ പറമ്പിലെ തുള്ളിയും കൊന്നപ്പൊക്കെ ഞാൻ പറക്കിക്കോട്ടെ. അതിനെന്താടാ പറ്റി? നീ എടുത്തോ, വല്ലവൻ്റെയും പറമ്പ് തുണ്ടെടുക്കുന്നതിന്. എനിക്കെന്താ? പിന്നെ വൈകിട്ട് ഒരു കോപ്പി വീട്ടിൽ എത്തിക്കണം. ഈ ചുള്ളി വാറ്റാനല്ല വലിയ പേരെ, കാച്ചാന. അത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത്. ഈ കാഴ്ച ആദിവാസി എണ്ണ ഒരു പെരിക്കൂട്ട് തരണം. പഴയ പോലെ കൂടെ വളരുന്നില്ല. വലിയ പേരെ, എന്തൊരു ഒരു പൈപ്പ് കായിട്ട് വലിയ പേരെ വടിക്കെന്ത് പറ്റി? എൻ്റെ വടി ഒടിഞ്ഞു പോയി. പിന്നൊന്നും നോക്കിയില്ല, ഒരു ബേബി വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ശരി വലിയ പേരെ.
വേലായുധ ഇന്ന് വാടാ. വേലായുധ ഇതിനെപ്പറ്റി നാട്ടുകാർക്ക് മുഴുവൻ പരാതിയാണല്ലോടാ. അത് പിന്നെ വല്യമ്പേരെ എന്താടാ വേലായുധ നിന്റെ കാലിലൊരു കെട്ട്? ഒന്നുമേ ചാന്തേരെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ വേറൊരാളുടെ വീട്ടിൽ ചെന്ന് കയറാതിരിക്കാൻ ചാന്ത കെട്ടിയ കിട്ടുക വല്യമ്പേരെ. വല്യമ്പേരെ ഞാൻ അറിഞ്ഞില്ല. ഉമ്മറത്ത് എന്നെ കെട്ടിയിട്ടിട്ട് പിൻവാതിലൂടെ അവൾ ആണിനെ കയറ്റി വന്നു. വേലാൻ അറിഞ്ഞില്ല വല്യമ്പേരെ, വേലാൻ അറിഞ്ഞില്ല. അത് കൊള്ളാലൂടാ വേലായുധ. വല്യമ്പേരെ ആ പൂതി വെച്ചുകൊണ്ട് ചാന്തേരെ വീട്ടിലങ്ങനെ ഞാൻ കണ്ട കാലം ഞാൻ തല്ലി ഒടിക്കും. ഇത് പറയുന്ന ആരാന്നറിയാമോ? വേലായുധ. വേലായുധൻ വേലായുധ ഈ കുന്തുമ്മ ശാന്തരെ വീട്ടിൽ നിന്ന് മാറി കേളപ്പൻ്റെ മോളെ കെട്ടണം. വല്യമ്പേരെ അവള് കൊച്ചല്ലേ വല്യമ്പേരെ? അതിൻ്റെ തോന്നല അവക്കൊരു കൊച്ചാവാൻ പ്രായമായി. വല്യമ്പേരെ ഉപ്പ് തുണി എന്ന് പറഞ്ഞ് സ്വന്തം നിക്കർ നനച്ച് എൻ്റെ നെഞ്ചിട്ടിട്ടതാ എൻ്റെ കേളപ്പേട്ടൻ. പിന്നെ ആ പനി മാറി എനിക്ക് ഛർദിയായി വല്യമ്പേരെ, ഛർദിയായി. നീ നാട്ടുകാരുടെ മടൽ മുഴുവൻ ആറ്റിൻകരയിൽ കുത്തിവെക്കുന്നു എന്നൊരു പരാതി കേട്ടല്ലോടാ. ശരിയാണോടാ പട്ടി? വല്യമ്പേരെ അതിനർത്ഥം ദേ കാണ്. വേലാതിൻ്റെ ഐഡിയ കൊള്ളാം. വെറുതെ കയറ് വാങ്ങി പൈസ കളഞ്ഞു. നിക്കറിന് ഇങ്ങനെ ഉണക്കാം. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ. ഇപ്പൊ അടിക്കണം.